ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. എന്നാൽ തന്നെയും നമുക്ക് കായലിൽ മീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് ഈ മഴ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കായലി മീനാണ്. ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കായലി മീൻ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വ്ളോഗ് നമ്മുടെ കായലി മീൻ കട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് സെക്കൻഡ് വ്ളോഗുമായിട്ട് വരുന്നുണ്ട്, അതിൽ കറി വെക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ കായലിലെ തേട് എന്ന് പറയുന്ന മീനാണ്. ഇതിനകത്ത് വയറ്റിൽ ബബിള് കണക്കിരിക്കുന്നൊരു മുട്ടയുണ്ട്. ബബിൾ എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഇരിക്കുകയാണ് മുട്ട കണ്ടു കഴിഞ്ഞാൽ. അത് തോരൻ വെക്കാൻ അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കാം, അല്ലെങ്കിൽ എരിക്കറി വെച്ചാലും നല്ലതാണ്. അത്യാവശ്യം എരിവ് ചേർത്ത് കറി വെച്ചാലും നല്ലതാണ്. നമ്മൾ തേങ്ങ അരച്ചാണ് കൂടുതൽ വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് മീൻ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ 100 പേര് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. എനിക്കിപ്പോൾ പനിയായിട്ടിരിക്കുകയാണ്, എന്നാൽ തന്നെയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പഠിച്ചു വരുന്നതേ ഉള്ളൂ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇനിയും നമുക്ക് ഒരുപാട് മുമ്പിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മീനെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ടേസ്റ്റുള്ള മീനാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇതിൻ്റെ മുള്ളൊക്കെ കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ കത്രിക വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എടുക്കുന്നതാണ് മീൻ മുട്ട. ഈ മീൻ മുട്ട എന്ന് പറയുന്നത് തോരൻ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ കായലിലെ ഹമൂറും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, നല്ല വലിപ്പമുള്ള മീനാണ് കിട്ടിയേക്കുന്നത്. 2 മീനുണ്ടത്, 2 അത്യാവശ്യം വലിപ്പമുള്ള ഹമൂറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കട്ട് ചെയ്യുന്ന വീഡിയോ കാണാം. ഇത് കട്ട് ചെയ്യുന്നത് എൻ്റെ മമ്മിയാണ് കേട്ടോ. മമ്മിയാണ് ഇങ്ങനത്തെ കട്ടിയുള്ള മീനൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ പാടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കയ്യിലൊക്കെ കൊണ്ടുകയറി കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും. വേറൊന്നുമല്ല, ഈ മുള്ളൊക്കെ കൊണ്ടുകയറി കഴിഞ്ഞാൽ ചിലപ്പം ബ്ലഡൊക്കെ തോന്നി വരും. മമ്മിക്കാകുമ്പം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് തന്നെ മമ്മിയുടെ കൈ കുറച്ചൊക്കെ കൊണ്ടുകയറിയിട്ടാണ് ആ കൈ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുന്നത്, പ്ലാസ്റ്റിക് കവറിട്ടിട്ട്. അപ്പോൾ ഇത് അവർ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേ ഹമൂറ് കട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഹസ്ബൻഡാണ്. അതാണെങ്കിൽ ആൾ അത്യാവശ്യം ചിറകും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്യും. ഇതാണെങ്കിൽ ഭയങ്കര പാടാണ് കട്ട് ചെയ്യാനായിട്ട്. എനിക്കും പറ്റത്തില്ല, ഹസ്ബൻഡിനും പറ്റത്തില്ല, മമ്മിക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. വലിപ്പമുള്ള മീൻ, ഈ മീനാണെങ്കിൽ ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു ഈ മീനാണെങ്കിൽ. ഇതാണ് ഇതിൻ്റെ മീൻ മുട്ട. ഈ മീൻ മുട്ട കഴിക്കാൻ വേണ്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് ഹമൂറാണ്. ഹമൂറിനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ വായിൽ എന്തോ ഒരു മീനിരിപ്പുണ്ട്. പാവം പിടിച്ച് ഏതോ ഒരു മീനെ പിടിച്ച് വിഴുങ്ങിയിട്ട് കിടക്കുക. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ചിറക് കട്ട് ചെയ്യാണ്. ചിറക് 2 സൈഡും കട്ട് ചെയ്ത് ഫസ്റ്റ് 2 സൈഡും കട്ട് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ ചിറക് കട്ട് ചെയ്യാൻ അത്രയും പാടൊന്നുമില്ല, കുറച്ചൊക്കെ എളുപ്പമാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വയക്കൽ പോലെ ഉണ്ട്, തെന്ന ഒരു ടൈപ്പ് ഇതാണ്. അത് നമ്മൾ നന്നായിട്ട് ഉരച്ച് കഴുകണം. ആൾക്ക് ഈ പറഞ്ഞ ഈ ചിറകും ഇതൊക്കെ കട്ട് ചെയ്യാനേ അറിയത്തുള്ളൂ. കൂടുതൽ തലയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാൻ അറിയില്ല. എന്നാൽ തന്നെയും മാക്സിമം അറിയാവുന്ന എനിക്ക് ഹെൽപ്പ് ചെയ്യും.
അങ്ങനെ നമ്മളെ ഇത് മീനാണെങ്കിൽ നല്ല ഫ്രഷായിട്ടിരിക്കുന്ന കാരണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പാടായിരിക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഫ്രഷായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് 2 ദിവസം കഴിഞ്ഞ് എടുത്ത് കട്ട് ചെയ്തൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു ഫ്രഷ്നെസ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോൾ കിട്ടുന്നു അപ്പം തന്നെ നന്നായിട്ട് കട്ട് ചെയ്യുക, കറി വെക്കുക, കഴിക്കുക. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വഴക്കലുള്ള മീനാണ്. പിന്നെ ഇതിൻ്റെ വായിലിരിക്കുന്ന സാധനം എടുക്കണം നമുക്ക്. ഇത് ചൂണ്ടയിട്ടാണ് ഇത് പിടിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ കറി വെക്കുന്ന വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.